ഹായ്, വെൽക്കം ടു ഇത് വ്ളോഗ്സ്. ഇന്നേ പാലക്കാടന്മാരുടെ ഒരു പ്രധാന വിഭവമായ മുളക് വറുത്തുള്ളി, മുളക് കൂച്ചി എന്നൊക്കെ പറയില്ല, അതാട്ട ഉണ്ടാക്കണേ. ഉണക്കമുളക്, കറിവേപ്പില, ചെറിയുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പുളി ആവശ്യത്തിന്. ഇതൊക്കെയാട്ടോ അതിലേക്ക് ആവശ്യമുള്ളത്. പുളിയൊക്കെ ഓരോരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പ്രധാന വിഭവം കേട്ടോ പാലക്കാടന്മാരുടെ. ഇനി പുളി പിഴിഞ്ഞെടുക്കുക. ഇനി കടുക്, ഉലുവ ഇതൊക്കെ പൊട്ടിക്കാൻ ആവശ്യമുള്ളത് കേട്ടോ. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, ഉലുവയൊക്കെ ഇട്ട് കൊടുക്കുക. ഉലുവ വേണമെങ്കിൽ ചേർത്താൽ മതി. അതിട്ട് കുറച്ചുകൂടി നല്ലൊരു മണമുണ്ട്. അത് ഇടാറുണ്ട് എല്ലാവരും, മിക്കവരും ഇടാറുണ്ട്, ചിലവർ ഇടില്ല കേട്ടോ. ഇത് രണ്ടും പൊട്ടി വരട്ടെ. ഇനി അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഉണക്കമുളകിന് പകരം കാന്താരി മുളകാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പച്ചക്കാന്താരി. ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഇത് ഏറ്റവും നല്ല ടേസ്റ്റുള്ള, സാധാരണക്കാരുടെ വീടുകളിലൊക്കെ പണ്ട് ഉണ്ടാവാറുള്ളൊരു പുളിയാട്ടാ. ഇതും ഉണക്കമീൻ വറുത്തത് നല്ല കോമ്പിനേഷൻ ആട്ടാ. ഇതിൻ്റെ കൂടെ ഉപ്പേരികളായാലും മിക്ക വീടുകളിലും ഉണ്ടാക്കാറുള്ളൊരു സാധാരണ ഒരു പുളിയാട്ടത്. നല്ല ടേസ്റ്റാട്ടാ. അത് ഉണ്ടാക്കി നോക്കി കഴിച്ചവർക്ക് അതിൻ്റെ ഇത് അറിയുള്ളൂ കേട്ടോ. ഇനി ചെറിയുള്ളിയും വെളുത്തുള്ളി അരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് മൂത്ത് വരണം കേട്ടോ. എനിക്ക് തോന്നുന്നത് പാലക്കാട് സൈഡ് മാത്രം ഉണ്ടാക്കാറുള്ളൊരു പുളിയത്. നല്ല ടേസ്റ്റാട്ടാ. ഇനി അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി പുളി പിഴിഞ്ഞ് വെച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പുളി പിഴിഞ്ഞ് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എടുക്കുക കേട്ടോ, എത്ര വേണം എന്നുള്ളത്. പുളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഇതിന്. നല്ല ടേസ്റ്റാണ് ഈ പുളിക്ക് കേട്ടോ. നല്ല മണവും രുചിയൊക്കെ ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് കായം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പൊടിയുപ്പായാലും കുഴപ്പമില്ല, ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുക്കുക. കായം അതാണ് ഇതിൽ പ്രധാന ഒരു മണം തരുന്നത് കേട്ടോ. പ്രധാന മണം തന്നെ. ഇതിനെ പണ്ടൊക്കെ കായപ്പുളി എന്നും പറയും കേട്ടോ. മുളക് വറുത്ത പുളി, കായപ്പുളി എന്നൊക്കെ പറയാം കേട്ടോ. ഇനി നമുക്ക് ഇതിന് കോമ്പിനേഷൻ ഒരു ഉണക്കമീൻ വറുത്തതാട്ടോ ഇതിന് കോമ്പിനേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഉണക്കമീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞങ്ങൾ ചെയ്യുന്ന രീതി. ഇതിൽ ഉപ്പ് കളയാൻ ഞങ്ങൾ കഞ്ഞിവെള്ളം കേട്ടോ ഒഴിച്ച് വയ്ക്കുക. കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കും കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചാൽ ഉപ്പെല്ലാം പോവും. എന്നാൽ നല്ല ഉപ്പ് കളഞ്ഞാലും ടേസ്റ്റ് കുറവായിരിക്കും. എന്നാൽ നമുക്ക് പ്രഷറുള്ളവർക്കൊക്കെ കഴിക്കണമെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ച് 10-15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇനി മുളക് പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് തിരുമ്മി ഇതിലേക്ക് പിടിപ്പിക്കാം കേട്ടോ. അതിൽ ചെറിയുള്ളി, ഒരു നുള്ളു ജീരകം ഇതൊക്കെ അരച്ച് ചേർക്കുക. നല്ല മണം രുചിയായിരിക്കും കേട്ടോ. ഇപ്പം എനിക്ക് ടൈമില്ലാത്ത കാരണം കാണിക്കാത്തത്. ഇനി മുളകിൽ എല്ലാം മീനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാട്ടോ മുളക് വറുത്ത പുളിയും ഈ ഉണക്കമീൻ വറുത്തത്. അത് ഉണ്ടാക്കി കഴിച്ചവർക്ക് അതിൻ്റെ രുചി മനസ്സിലാവുള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റായ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. മുളക് വറുത്തുള്ളി ഉപ്പേരികളായാലും മുളക് വറുത്തുള്ളി ഉപ്പേരികളായാലും അതിൽ നല്ല ടേസ്റ്റായിരിക്കും. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. പാലക്കാട് മാത്രമേ ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടുള്ളൂ കേട്ടോ. പാലക്കാട് ജില്ലയിൽ മാത്രമേ അതൊക്കെ ഉണ്ടാക്കാറുള്ളൂ, ഈ മുളക് വറുത്തുള്ളി. എന്തായാലും ഒന്ന് വീഡിയോ കാണുന്നവരൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ കേട്ടോ. നല്ല